അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, നല്ല ഈമാനുള്ള ഉസ്താദിനിക്ക് വലിയ പ്രിയപ്പെട്ട കുട്ടിയാണ്. കാരണം ആ കുട്ടിയുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്. ഉസ്താദുമാരോടെല്ലാം നല്ല പെരുമാറ്റമുള്ള കുട്ടിയാണ്. ഉസ്താദ് ഉസ്താദിനൊരു ട്യൂഷൻ സെൻ്ററുണ്ട്. അതിനരികിൽ ഒരു രക്ഷിതാവ് വന്നു ഉസ്താദിനോട് പറഞ്ഞു, ഒരു ഹുദവി ഉസ്താദാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മദ്രസയിൽ നിന്ന് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് വന്ന പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് എന്ന് ഒരു രക്ഷിതാവ് ഉസ്താദിനോട് വന്ന് പറഞ്ഞു. ഉസ്താദിന് വല്ലാത്ത എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. കാരണം ആ കുട്ടി ഒരു അത്യാവശ്യമായ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഉസ്താദ് നേരെ ആ കുട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. പോകുമ്പോൾ കുട്ടി ഉസ്താദിനെ കണ്ട് പേടിച്ച് നടക്കാൻ തുടങ്ങി. ഉസ്താദ് കുറച്ച് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കുട്ടി വീണ്ടും ഓടാൻ തുടങ്ങി. ഉസ്താദ് പിന്നാലെ ഓടി. അങ്ങനെ കുട്ടിയെ പിടികൂടി. കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും പെട്ടെന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി, ഇതുവരേക്ക് ഇവിടെ എന്താ നിൽക്കുന്നത്, എന്താ കാരണം? ഒന്നുമില്ല ഉസ്താദ്, വെറുതെയാണ് നിൽക്കുന്നത്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമില്ലാതെ നിൽക്കില്ല. ഉസ്താദ് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ഒരു തുണയായിട്ട് നിന്നതാണെന്ന്. എന്ത് തുണയാണ്? ഈ കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു പൊളിഞ്ഞ വീടുണ്ട്. ആ വീടിൻ്റെ ഭാഗത്ത് ഒരാൾക്ക് തുണയായിട്ടാണ് നിന്നത്. എന്തിനാണ് തുണ? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്നാൽ എന്ന കുട്ടി അതിൻ്റെ അകത്തുണ്ട്, അവൾ നിൽക്കാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ നിന്നത്. എന്തിനാണ് അവൾ അതിൻ്റെ അകത്തേക്ക് പോയത്? അവൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉസ്താദ് ഞാൻ അവളെ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അവളെ വിട്ട് നേരെ ആ പൊളിഞ്ഞ വീട്ടിലേക്ക് ഉസ്താദ് കയറി. ആ ആളൊന്നും ഇല്ലാത്തൊരു വീടാണ്. നോക്കുമ്പോൾ ഉസ്താദ് കാണാൻ പറ്റാത്ത പല കാഴ്ചകളാണ് ഇവിടെ കണ്ടത്. ഈ കുട്ടിയേക്കാൾ മുമ്പ് തന്നെ എന്തോ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. ഉസ്താദിനെ കണ്ട സമയത്ത് തന്നെ വല്ലാണ്ട് പേടിച്ചു. ഉസ്താദ് നേരെ ആ കുട്ടിയോട് ചെന്ന്, എന്താ നിനക്ക് ഇവിടെ എന്താ പണി എന്ന് പറഞ്ഞു. ഉസ്താദ് നേരെ ട്യൂഷൻ സെൻ്ററിലേക്ക് ഉസ്താദ് തന്നെ തിരിച്ചു വന്നു. ആ കുട്ടി നേരെ പിന്നാലെ ഉസ്താദിൻ്റെ ട്യൂഷൻ സെൻ്ററിലേക്ക് പോയി. ഉസ്താദിൻ്റെ കാലിൽ വീണ് പറഞ്ഞു, ഉസ്താദ്, ഇത് ആരോടും പറയരുത്. ആർക്കെങ്കിലും എൻ്റെ മാതാപിതാക്കൾക്ക് അറിഞ്ഞാൽ തീർച്ചയായും ഞാൻ ജീവനൊടുക്കും. ഞാൻ പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവൂല. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, പലതും പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നീ ചെറിയ പെൺകുട്ടിയാണ്. ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ എൻ്റെ മാതാപിതാക്കളെ അറിയിക്കാതെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കൾ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വീട്ടിലേക്ക് പോകില്ല. ഞാൻ ഇവിടെ തന്നെ ജീവനൊടുക്കുന്നു. പല രീതിയിൽ അവരിങ്ങനെ കരയുകയാണ്. ഉസ്താദിന് മനസ്സിലായി ഇത് പിന്നെ വലിയ പ്രയാസം ഉണ്ടാക്കും. ഉസ്താദ് പറഞ്ഞു, ഞാൻ മാതാപിതാക്കളോടൊന്നും പറയൂല, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഈ ചെറുപ്പക്കാരൻ ഉസ്താദിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഉസ്താദിൻ്റെ മുമ്പിൽ വന്നിട്ട് വല്ലാത്തിങ്ങനെ ചൂടാകുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ച്, എന്തിനാണ് വീട്ടിനകത്ത് കയറി വന്നത്? ഞാൻ അത്യാവശ്യമായ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. അങ്ങനെ പറഞ്ഞ് ഉസ്താദിനോട് ഇങ്ങനെ ചൂടാണ്. കാരണം എൻ്റെ പെങ്ങളുടെ വസ്ത്രത്തിൻ്റെ അളവ് വാങ്ങാൻ വേണ്ടിയാണ് വിളിച്ചത്. പല രീതിയിലും പലതും പറയുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു, നീ ആരെന്ന് എനിക്കറിയില്ല. പിന്നെ ഉസ്താദ് ഒരു സാധാ ഉസ്താദൊന്നുമല്ല, കലരി അഭ്യാസമൊക്കെയുള്ള ഉസ്താദാണ്. ഉസ്താദ് പറഞ്ഞു, നേരെ മര്യാദയ്ക്ക് കൊടുന്ന് പോകുന്നത് ഖൈറ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ പിന്നെ അവന് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ മറ്റൊരു കുട്ടി ഈ കുട്ടിക്ക് തുണയായി നിൽക്കുന്നതാണ്. ഇവർ കുട്ടികൾ തന്നെ പരസ്പരം ഇത്തരത്തിലുള്ള കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് ഇങ്ങനെ, ഇത് ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ മക്കൾക്ക് വീട്ടിൽ മാതാപിതാക്കൾ മക്കളോട് സ്നേഹത്തോടു കൂടി സംസാരിക്കാനുള്ള സമയം മാതാപിതാക്കൾ കിട്ടുന്നില്ല. വീട്ടിൽ നന്നായ സ്നേഹത്തിൻ്റെ കുറവുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി മക്കൾക്ക് ബോധ്യപ്പെടുത്തുന്നില്ല. ആ മക്കളോട് തീർച്ചയായും പറയണം, ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രണയമല്ല മോളെ, ഇത് നിൻ്റെ ശരീരത്തെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിലുള്ള വലയിൽ കുടുങ്ങി പോകരുത്, പിന്നെ ഇസ്സത്ത് നഷ്ടപ്പെടും. കുട്ടികൾക്ക് ഏതാണ് യഥാർത്ഥ പ്രണയം എന്നതിനെക്കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്.
ഇല്ലെങ്കിൽ തീർച്ചയായും ആത്മീയമായ ബന്ധങ്ങൾ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുക. ഇത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ മക്കൾ പല രീതിയിലുള്ള പല ബന്ധങ്ങളുമായി, എൻ്റെ പ്രിയപ്പെട്ടവരെ, പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. നോക്കൂ, ഒരു കുട്ടി തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ താനും തൻ്റെ സുഹൃത്തുമായി, അതും ചെറിയ കുട്ടിയാണ്, ശാരീരിക പങ്കെടുക്കുന്ന വീഡിയോ ചെയ്ത് ആ വീഡിയോ അവൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവൻ പലരിലേക്ക് അയച്ചു കൊടുത്ത് ഈ അടുത്ത് പിടിക്കപ്പെട്ട ഒരു സംഭവം. കാരണം ഈ പെൺകുട്ടികൾക്ക് അറിയുന്നില്ല, ഇവർ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപയോഗം നടത്തുന്നത്. മാതാപിതാക്കൾ തുറന്ന് മക്കളോട് പറയണം, ഇത് നിന്നെ വഞ്ചിക്കുകയാണ് എന്ന് മക്കളോട് കൃത്യമായി പറയണം. മക്കൾ പാവം അവരുടെ ഈ സ്നേഹം, നാടകീയമായ സ്നേഹമൊക്കെ കാണുമ്പോൾ അവർ എന്തോന്ന് വിചാരിച്ചു പോവുകയാണ്. അള്ളാഹു നമ്മുടെ മക്കൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നും മക്കൾക്ക് വേണ്ടി റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന തുടർന്നുള്ള പ്രാർത്ഥനകൾ 5 നേര നമസ്കാരത്തിന് നാം ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മക്കളെ സംരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.